പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങി. സുജാരിത മൊഹന്തിയാണ് പിന്മാറിയത്. പ്രചാരണത്തിന് പണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുജാരിത പിന്മാറിയത്. ഇക്കാര്യം വ്യക്തമാക്കി കെ.സി. വേണുഗോപാലിന് സുജാരിത കത്തയച്ചു. I was denied funds from the party. Another reason is in my assembly segments, instead of winnable candidates, in some of the segments, weak candidates have been given the ticket. So with weak candidates and with zero funding from the party, it is not possible for me to fight. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, സൂറത്തിലും ഇൻഡോറിലും ഒക്കെ കണ്ടതുപോലെ ഒഡീഷയിലും സംഭവിക്കുകയാണോ? അവിടെ വേറെ കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ പോലും കോൺഗ്രസിന് ഒരു ലോക്സഭാ സീറ്റിൽ കൂടി സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യം സംജാതമാവുകയാണോ, അതോ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? അഭിലാഷ്, നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും വലിയ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രചാരണത്തിന് പണമില്ല എന്നുള്ള കാരണം മാത്രമാണ് തന്നെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുജാരിത മൊഹന്തി പറയുന്നത്. പലതവണ കോൺഗ്രസിന്റെ കെ.സി. വേണുഗോപാൽ അടക്കം കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കളെയും ഇത്തരത്തിൽ പ്രചാരണത്തിന് പണം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് സുജാരിത സമീപിച്ചിരുന്നു. മാത്രമല്ല ഒഡീഷയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും സമീപിച്ചു. അപ്പോൾ എല്ലാം തന്നെ സ്വന്തമായി പണം കണ്ടെത്തണം എന്നുള്ളൊരു കാര്യമാണ് അവരോട് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ക്രൗഡ് ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ വീടുകളിലെല്ലാം കയറി പിരിവെടുക്കുന്ന കാര്യങ്ങളടക്കം അവർ പരിഗണിച്ചിരുന്നു. അത് നടത്തി നോക്കി. പക്ഷേ വേണ്ടത്ര പണം സ്വരൂപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രചാരണത്തിന് പണമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അവർ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്നു, ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ പാർട്ടിയെ അവർ കുറ്റം പറയുന്നില്ല, മറിച്ച് BJP സർക്കാരാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഒഡീഷയിൽ തന്നെ നിലവിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി നടക്കുകയാണ്. BJDക്കും BJPക്കും ഇഷ്ടം പോലെ പണമുണ്ട്. പണത്തിന്റെ ദുർവിനിയോഗം വരെ താൻ അവിടെ കാണുന്നു ആ പാർട്ടികളിൽ നിന്നും. പക്ഷേ അതുപോലെ തൻ്റെ പാർട്ടിയും താനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കത്തേക്ക് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് എന്ത് നിലപാടാണുള്ളത്? നേരത്തെ ഇൻഡോറിന്റെ കാര്യം വന്നപ്പോൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക തുടങ്ങിയ നമുക്ക് പ്രത്യക്ഷത്തിൽ മണ്ടത്തരം എന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടായി കോൺഗ്രസിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളതാണോ? അതിനപ്പുറത്ത് ഒരു നിലപാടും നടപടിയും പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ലേ? അഭിലാഷ്, അതാണ്. അതായത് നിലവിൽ ഇതിലൊരു പ്രത്യക്ഷ നിലപാടിലേക്ക് എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറയാൻ സാധിക്കുക. കാരണം പാർട്ടിയെ അവർ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് ചാടിച്ചുകൊണ്ടല്ല ഇപ്പോൾ ഇത്തരത്തിലൊരു പിൻവാങ്ങൽ ഉണ്ടാകുന്നത്. മറിച്ച് ഇത്തരത്തിൽ IT-യുടെയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി BJP സർക്കാർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു, പണമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെയാണ് തൻ്റെ ഈ പിൻവാങ്ങലിന് കാരണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മുൻ മാധ്യമപ്രവർത്തക കൂടിയായി 10 വർഷം മുൻപാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. സുജിത മൊഹന്തി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത്.